മകം, പൂരം, ഉത്രം, അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 26-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചില പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരികയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇതുവരെയുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും നേരിട്ട് വന്നവരാണ്. അതായത് ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ടും സംക്രമണ ഫലമായും പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് തീർത്തും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ തന്നെയാണ്. അത് പല വ്യക്തികളിലും ഗുണകരമായും ദോഷകരമായുമുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായി വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഈ 8 നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിട്ടാണ് ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച കാണപ്പെടുന്നത്. കാരണം ഈ ഒരു ദിവസം രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും സ്വാധീന ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ഗ്രഹണയോഗം വളരെ വലിയ രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ബാധകമാണ്. അതിനാൽ തന്നെ ആ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന സാഹചര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾ മുൻകൂട്ടി അറിയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായി മാറ്റിയെടുക്കുവാൻ കഴിയും. അപ്പോൾ ഈ ഗ്രഹണയോഗം സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച ഗ്രഹണയോഗത്തിൻ്റെ ഫലങ്ങൾ വളരെയധികം ജീവിതത്തിൽ ബാധകമാകുന്നതിനാൽ ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും സ്വാധീനം ഈ ഒരു ദിവസം ഗുണകരമായ രീതിയിലല്ല കാണുന്നത്. അതിനാൽ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ ആയിരിക്കുമെങ്കിലും നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി വയ്ക്കുകയും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ഒരു ദിവസത്തെ പോസിറ്റീവായി കൊണ്ടുപോകുവാൻ ഗുണകരമാകും. ഇനി അതുപോലെ തന്നെ ഈ ഒരു ദിവസം ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങൾ ഏത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി കാര്യങ്ങളിലും നിങ്ങളുടെ സംസാര രീതികളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ഒരു ദിവസം നിങ്ങൾ വളരെ സാധാരണമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും നോക്കുമ്പോൾ ഒരു തെറ്റായി തോന്നുകയും അതിൻ്റെ ഫലമായി കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ചില ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരികയും ചില കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലുള്ള ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മാത്രമല്ല നിങ്ങൾ കഠിനമായി ശ്രമിച്ചാൽ പോലും ചില ജോലികൾ കൃത്യസമയത്ത് നിങ്ങളെക്കൊണ്ട് ചെയ്തു പൂർത്തീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളും ചിങ്ങം രാശിക്കാർക്ക് ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച അനുഭവത്തിൽ വരുവാൻ സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു ജോലികളും പിന്നീട് ചെയ്യാമെന്ന് കരുതി നിങ്ങൾ മാറ്റിവെക്കുവാൻ പോകരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും
വളരെ വലിയ രീതിയിലുള്ള ചില ദുഃഖങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ കാരണമാകും. ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ നവംബർ 26 ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലാത്ത ഒരു വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയോ നിങ്ങളുടെ അഭിപ്രായത്തെക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനോ പാടില്ല. കാരണം ഈ ഗ്രഹണയോഗം ഒരു ഇരുട്ട് പോലെ നിങ്ങളുടെ ചിന്തകളെ വരെ സ്വാധീനിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ചില തീരുമാനങ്ങളിൽ നിങ്ങൾ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ അവസ്ഥകൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യമായിരുന്നാലും അതിനെപ്പറ്റി പലതവണ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടേതായ തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. ഒപ്പം തന്നെ ഈ ഗ്രഹണയോഗം ബാധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാർ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും മറ്റുള്ള ശുഭകാര്യങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുവാനിരിക്കുന്ന വ്യക്തികൾക്കുമൊന്നും തന്നെ ഈ നവംബർ 26 ബുധനാഴ്ച ഉത്തമമായ ഒരു ദിവസമല്ല. ഒപ്പം തന്നെ ഈ ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യോഗത്തിൻ്റെതായ ദോഷഫലങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല ആരോഗ്യകാര്യത്തിലും ഈ ഒരു ദിവസം ചിങ്ങം രാശിക്കാർ അല്പം ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കാണുന്നതിനാൽ തന്നെ നിങ്ങൾ ദൂരയാത്രകളായിരുന്നാലും മറ്റുള്ള സാഹസിക പ്രവൃത്തികളായിരുന്നാലും പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഈ ഗ്രഹണയോഗത്തിൻ്റെതായ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായി നിങ്ങൾ ഈശ്വരാധീനം മുറുകെ പിടിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതിനായി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി രണ്ടാമതായി ഈ നവംബർ 26 ബുധനാഴ്ച ഗ്രഹണയോഗം കൊണ്ട് ചില നിർണായകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നതും ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമായ രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും സ്വാധീനം ദോഷകരമായി നിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു ദിവസം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധി അനുഭവത്തിൽ വന്നേക്കാം. അതായത് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ നവംബർ 26 വളരെ നല്ല രീതിയിൽ നടത്തിയെടുക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യത്തോടടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവത്തിൽ വരുമെങ്കിലും ഈ ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈശ്വരാധീനം കൂടുതലായി മുറുകെ പിടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുവാൻ കഴിയുക തന്നെ ചെയ്യും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ 26 ബുധനാഴ്ച മേടം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നത്. അതായത് ഭാര്യയോ ഭർത്താവോ ഒരാളെങ്കിലും മേടം രാശിയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും അത് കുടുംബത്തിൻ്റെ തന്നെ സമാധാനം നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുവാനുമൊക്കെ വളരെയധികം സാധ്യത നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിലും
കുടുംബത്തിലുള്ള സംസാരങ്ങളിലുമെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കണം. അതായത് നിങ്ങളുടെ ഒരു ചെറിയ ക്ഷമ കൊണ്ടോ വിട്ടുവീഴ്ച കൊണ്ടോ മാറിപ്പോകുന്ന പ്രശ്നമാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ചെറിയ പ്രശ്നമാണെങ്കിലും അത് വഷളാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായി ഈ ഒരു ദിവസം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ സമാധാനത്തിന് അത് ഏറ്റവും ഗുണകരമായിരിക്കും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും മേടം രാശിക്കാർ അത്യധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിവസമാണ് ഈ നവംബർ 26 ബുധനാഴ്ച എന്നത്. അതായത് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഈ ഗ്രഹണയോഗം ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നതിനാൽ തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില അപകട സാധ്യതകളും നിങ്ങളിൽ വളരെയധികമാണ് കാണുന്നത്. അതിനാൽ തന്നെ സാഹസിക പ്രവർത്തികളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു ദിവസം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഉൾപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒപ്പം തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുകയും ദൂരയാത്രകൾക്ക് വേണ്ടി ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്ന മേടം രാശിക്കാർക്കും ഈ ഒരു ദിവസം വളരെ നിർണായകമാണ്. മാത്രമല്ല ഒഴിവാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ദൂരയാത്രകളാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു ദിവസത്തെ യാത്രകൾ മാറ്റിവെക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ശുഭകരമായ കാര്യങ്ങൾക്കും മംഗളകരമായ തീരുമാനങ്ങൾക്കും ഈ ഒരു ദിവസം തീർത്തും ഉത്തമമല്ല. ഒപ്പം തന്നെ വാഹനമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മേടം രാശിക്കാർ ഈ ഒരു ദിവസം വാഹനം വാങ്ങുവാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും. കാരണം ആ ഒരു ദിവസം വാഹനമൊക്കെ വാങ്ങുന്ന വ്യക്തികൾക്ക് അപ്പോൾ പ്രത്യേകിച്ച് നെഗറ്റീവായ അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും പിന്നീട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചില ദുരനുഭവങ്ങൾക്ക് കാരണമാകും എന്നതാണ് സത്യം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ദിവസം ചെയ്യുന്നത് എന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ശ്രദ്ധ ഉണ്ട് എന്നതും നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഇത്തരത്തിൽ ഒരു ദോഷകരമായ സമയം വരുമ്പോൾ ആ ഒരു സമയത്ത് ചില മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ വലിയ ദോഷങ്ങളെ വരെ ഇല്ലാതാക്കും. മാത്രമല്ല ഈ ഒരു ദിവസം മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള സാമ്പത്തികമായ ഉന്നമനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സാമ്പത്തിക കാര്യങ്ങളിൽ അത്രയേറെ ശ്രദ്ധയുള്ളവരായിരിക്കണം. മാത്രമല്ല സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപ പദ്ധതികൾക്കും ഈ ഒരു ദിവസം നിങ്ങൾ തുടക്കം കുറിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഈ ഒരു ദിവസം ഒഴിവാക്കിയതിനു ശേഷം നിങ്ങൾ നിക്ഷേപ പദ്ധതികൾ തുടങ്ങുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഈ ഗ്രഹണയോഗത്തിൻ്റെ ദോഷഫലങ്ങൾ വളരെ കാഠിന്യമേറിയ രീതിയിൽ നിങ്ങളിൽ നിലനിൽക്കുന്നത് ഈ നവംബർ 26 മാത്രമായിരിക്കും. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ഈ ഗ്രഹണയോഗം സംഭവിക്കുന്നതിൻ്റെ ഫലമായി മേടം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ ഒരു ദിവസം അനുഭവപ്പെട്ടേക്കാം. അതായത് കാര്യകാരണങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിന് ഒരു വിഷമം അനുഭവപ്പെടുകയും അതുപോലെ തന്നെ തീരുമാനങ്ങളൊന്നും തന്നെ കൃത്യമായി എടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നിശ്ചലമായ അവസ്ഥ അനുഭവത്തിൽ വരികയും ചെയ്യും എന്നതാണ് മേടം രാശിക്കാരുടെ കാര്യത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നാൽ പോലും ഈശ്വരാധീനം കൈവിടാതെ നിങ്ങളുടെ മനസ്സിനെ പരമാവധി പോസിറ്റീവായി വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ ദോഷങ്ങളെ അതിജീവിക്കുവാനും ഈശ്വരാധീനം നിലനിർത്തുവാനുമായി മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നവംബർ 26 ബുധനാഴ്ച ശിവക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി മൂന്നാമതായി ഈ നവംബർ 26 ബുധനാഴ്ച രാഹുവും ചന്ദ്രനും ഒരേ രീതിയിൽ ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഗ്രഹണയോഗം ബാധകമാകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം വന്നു ചേരുന്ന പല സാഹചര്യങ്ങളെയും അത്രയേറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പോലും അറിയാതെയായിരിക്കും
നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു വിജയം ഈ ഒരു ദിവസം കാണണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യുന്നതിലും ഇരട്ടിയായി നിങ്ങളുടെ കഠിന പരിശ്രമം ഉണ്ടെങ്കിലേ മതിയാകൂ. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്രയേറെ പ്രാവീണ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുവാൻ നിൽക്കരുത്. കാരണം പരാജയങ്ങളും ചില നഷ്ടങ്ങളുമൊക്കെ ഈ ഗ്രഹണയോഗം ബാധകമായിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ആരെങ്കിലും ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച പുതിയ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് വളരെ ശുഭകരമായിരിക്കും. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ മറന്ന് നിങ്ങൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ദിവസം ചെയ്യുവാൻ പാടില്ല. അതായത് അമിത ചിലവുകൾ ഒഴിവാക്കുവാനും ഒപ്പം തന്നെ വരവ് മറന്ന് ചിലവഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഈ ഒരു ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള എന്ത് ഇടപാടുകൾ ചെയ്താലും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം മാത്രം വേണം നിങ്ങൾ അതിൽ ഭാഗവാക്കാകുവാൻ. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങളിലായിരുന്നാലും കർക്കിടകം രാശിക്കാർക്കും ഈ ഒരു ദിവസം അത്ര ശുഭഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയാണെങ്കിൽ ഉടനടി അതിനുവേണ്ട പരിഹാരം തേടുക തന്നെ വേണം. ഒപ്പം തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ ചില സമാധാനക്കേടുകൾ നിറഞ്ഞ അന്തരീക്ഷം ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച ഉടലെടുത്തേക്കാം. അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റായിട്ടുള്ള പെരുമാറ്റമൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് ഇത് വളരെയേറെ ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പരമാവധി ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ അവിടെ ആത്മസംയമനം പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നിലനിൽക്കുകയും നിങ്ങൾക്ക് സ്വയം പോസിറ്റീവായി ജീവിതത്തെ കാണുവാൻ കഴിയുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ ഉടനടി കഴിയുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഈശ്വരാധീനം മുറുകെ പിടിക്കുവാനും ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച ശിവക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ശ്രമിക്കുന്നത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായി കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഈ ഗ്രഹണയോഗം നിങ്ങൾക്ക് ബാധകമാകുന്ന ഈ നവംബർ 26-ാം തീയതി ബുധനാഴ്ച ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അതീവ നിർണായകമായ ഒരു സമയത്തെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ തരണം ചെയ്യുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.